بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് യാസീൻ 66 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് പുതിയ പാഠമായി ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുന്നു. വലൗ നശാഉ, ഇതിൽ വന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. അലിഫ് ശേഷം ഹംസ ഇവ രണ്ടും ഒറ്റ പദത്തിലായി വന്നിരിക്കുന്നു. ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും. അപ്പോൾ വലൗ നശാഉ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമാണ്. ലതമസ്ന, ഈ പദത്തിൽ ത്വാഇനെ തഫ്ഖീം ചെയ്യണം. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. ലതമസ്ന ലതമസ്ന അലാ അഅ്യുനിഹിം, അലാ ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അഅ്യുനിഹിം പദത്തിൻ്റെ അന്ത്യത്തിലെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി ചെയ്യേണ്ടതാണ്. അഅ്യുനിഹിം ഫസ്തബഖു, ഫ ശേഷം വന്നു എന്ന കാരണത്താൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. സാക്കിനായ മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. فاستبقوا الصراط فأنى يبصرون. فاستبقوا قافന് തഫ്ഖീം, الصراط صادന് കസ്റാണ് കുറഞ്ഞ തഫ്ഖീം, റാഇനും അലിഫിനും തഫ്ഖീം, ത്വാഇന് തഫ്ഖീം. അപ്പോൾ ഫസ്തബഖു الصراط എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. فأنى يبصرون, ഷദ്ദുള്ള മീം ഷദ്ദുള്ള നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഓതണം. യുബ്സിറൂൻ ബാഇന് ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. യുബ്സിറൂൻ സ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റായതുകൊണ്ട് റാഉം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. യുബ്സിറൂൻ. വീണ്ടും വലൗ നശാഉ മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ലമസഖ്നാഹും അലാ മകാനതിഹിം, ലമസഖ്നാഹും ഖാഇന് തഫ്ഖീം കൊടുക്കുക. സാക്കിന മീം ഇൽഹാർ ഷഫവിയാണ്. അലാ മകാനതിഹിം ഫമസ്തതാഉ, വീണ്ടും മക്കാനത്തിഹിം സാക്കിന മീം ഇൽഹാർ ഷഫവി. ഫഇന് മുമ്പിലാണ് എന്നതിനാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ഫമസ്തതാഉ ത്വാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. മുദിയ്യൻ വല മുദിയ്യൻ ദ്വാദിന് കസ്റാണ് കുറഞ്ഞ തഫ്ഖീം. യാഇന് മുദിയ്യൻ എന്നതിലെ തൻവീനിന് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. മുദിയ്യൻ വലാ യർജിഊൻ, യർ റാഇന് തഫ്ഖീം കൊടുക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വമൻ നുഅമ്മിർഹു, സക്കിന നൂനിനെ ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. മീമിന് ഷദ്ദുണ്ട്, മീം മുഷദ്ദദ മണിക്കണം. റാഇൻ തർക്കീഖാണ്, കാരണം റാഇന് സുക്കൂനും തൊട്ട് മുമ്പിൽ കസ്റും സ്ഥിരപ്പെട്ട കസ്റും എന്നതിനാൽ. നുഅമ്മിർഹു നുനക്കിസ്ഹു, ഈ ഹാകളൊന്നും ദീർഘിപ്പിക്കപ്പെടുകയില്ല. ഹൗ ദ്വമീർ തൊട്ട് മുമ്പിൽ സുക്കൂനുണ്ട് എന്നതിനാൽ. ഫിൽ ഖൽഖ് ഖാഇനും ഖാഫിനും തഫ്ഖീമുണ്ട്. ഖാഫിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കുബ്ര കൊടുത്ത് വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് വഖഫ് ചെയ്യുക. ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ, അഫലാ യഅഖിലൂൻ
ഖാഫിന് തഫ്ഖീമുണ്ട്, കുറഞ്ഞ തഫ്ഖീം കസ്റായതിനാൽ. വമാ അല്ലംനാഹു അശ്ശിഅറ, വമാ അല്ലംനാഹു സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അല്ലംനാഹു അശ്ശിഅറ, ആയിന് വ്യക്തമാക്കി ഉച്ചരിക്കണം. റായിന് പൂർണ്ണമായ തഫ്ഖീമുണ്ട്. അശ്ശിഅറ വമാ യൻബഗീ ലഹു, യൻബഗി സാക്കിന നൂനിനെ സാക്കിനായ മീമാക്കി മാറ്റി ഇഖ്ലാബ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മീമിൻ്റെ ഹുക്മായ ഇഖ്ഫാ ഷഫവിയാണ് അവിടെ വരിക. യൻബഗി എന്ന് ഉച്ചരിക്കുക. ഗൈനിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ലഹു എന്ന് ഹൗദ്ദമീർ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകി ലഹ് എന്ന് വഖഫ് ചെയ്യുക. ചേർത്തോതുകയാണെങ്കിൽ അവിടെ മദ് മുൻഫസിലിൻ്റെ വിധി നൽകപ്പെടുന്ന മദ്ദുസ്സിലത്തിൽ കുബ്ര നൽകേണ്ടതാണ്. ലഹു ഇൻ ഹുവ എന്ന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇൻ ഹുവ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ദിക്റുൻ വ, റായിന് തഫ്ഖീമാണ്. റായിൻ്റെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വഖുർആനും മുബീൻ, ഖുർ എന്ന ഖാഫിന് തഫ്ഖീം, റായിന് തഫ്ഖീം. ഖുർആനും മുബീൻ, നൂനിൻ്റെ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. വഖുർആനും മുബീൻ. ലിയുൻദിറ സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. റായിനെ തഫ്ഖീം ചെയ്യുക. മൻ കാന, ഇവിടെയും സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിച്ചുച്ചരിക്കണം. ഹയ്യൻ വയഹിഖ, തൻവീൻ വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. ഇത് ബിഗുന്ന നാഖിസ്. വയഹിഖ വയഹിഖൽ ഖൗലു, 2 ഖാഫും പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചുച്ചരിക്കണം. വയഹിഖൽ ഖൗലു, ഹ തൊണ്ടയുടെ മധ്യമാണ് മഖ്റജ്, ശ്രദ്ധിച്ചോതുക. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, അല ഐനും അപ്രകാരം വ്യക്തമായി ശ്രദ്ധിച്ച് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുക. അലൽ കാഫിരീൻ, എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ومن نعمره ننكسه في الخلق أفلا يعقلون. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين. لينذر من كان حيا ويحق القول على الكافرين.